City Gold, Gold and Diamonds, Kerala and Karnataka. കണ്ടില്ലേ, ഇത്തരം ഘട്ടങ്ങളിൽ പോലും വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി ചില്ലുകൂടുകളിലിരുന്ന് വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി പ്രക്ഷേപണം ചെയ്യുന്ന ആളുകൾ മഞ്ഞക്കുപ്പായമിട്ട് സാന്ത്വനം എന്ന് എഴുതി അതുപോലെ പല പേരുകളും വെച്ച് ദുരന്തമുഖത്ത് പോകുന്ന ആളുകളെ കണ്ടില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ചില ആളുകളുടെയൊക്കെ രൂപം കാണുമ്പോൾ അവരെപ്പറ്റി മനുഷ്യർ എന്ന് പറയുന്നതിൽ നിങ്ങളാരും എന്നോട് ദേഷ്യപ്പെടരുത്. മനുഷ്യന്റെ കോലത്തിലുള്ള ആളുകൾ തന്നെയാണ് അത് ചെയ്യുന്നത്. ദുരന്തമുഖത്തേക്ക് ഇവർക്ക് പോകാൻ ധൈര്യമില്ല. പറയുന്നവരോ അവർ ചില്ലുകൊട്ടാരങ്ങളിലിരുന്ന് വീഡിയോ ഉണ്ടാക്കുകയല്ലാതെ ദുരന്തത്തിന്റെ പരിസരത്തെങ്കിലും പോയി നോക്കിയിട്ടുണ്ടോ? ഒരിറ്റു വെള്ളമെങ്കിലും ആർക്കെങ്കിലും എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ? ഉമ്മമാർ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടുന്ന ഉമ്മമാർ രംഗത്ത് വന്നപ്പോ അതിനെ പരാമർശിച്ച് കളിയാക്കാൻ വേണ്ടി ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മനുഷ്യർ എന്ന് നാം വിളിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ പാതകമാണ് എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ, രാത്രി 2 മണിക്ക് ശബ്ദം കേട്ട് വിവരമറിഞ്ഞ് ഉടനെ ഓടിയെത്തിയ വളണ്ടിയർമാർ അവർ രാത്രിയും പകലും ഇല്ലാതെ ഓടി നടക്കുകയാണ്. ചാലിയാർ പുഴയിൽ മുങ്ങിക്കൊണ്ട് മയ്യത്തുകൾ എടുക്കുകയാണ് പാതിരാത്രിയിലും. ശരിയാണ്, ചില ആളുകൾ അങ്ങാടികളിൽ മാത്രം വന്ന് യൂണിഫോം ഇട്ട് ഫോട്ടോക്ക് പോസ് ചെയ്യുന്നവരുണ്ട്. സെൽഫി എടുക്കാൻ വേണ്ടി മാത്രം പോയി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്നവരുമുണ്ട്. അത്തരം ആളുകൾക്ക് യാതൊരു സ്വബോധവും ഇല്ല എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. എന്നാൽ ഈ മലകളിലും കാടുകളിലും തകർന്നു കിടക്കുന്ന വീടുകൾക്കടിയിലും മരത്തിനടിയിലും ഇനിയും മനുഷ്യരുണ്ടോ, ജീവന്റെ തുടിപ്പുകളുണ്ടോ എന്ന് നോക്കുന്നവർ, അല്ല മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ജഡമുണ്ടോ എന്ന് പരതിക്കൊണ്ടിരിക്കുന്ന വോളണ്ടിയർമാർ ഇപ്പോഴും അവൾ വളരെ സജീവമാണ്. അള്ളാഹു അവർക്കെല്ലാം വലിയ പ്രതിഫലം നൽകട്ടെ, വലിയ പ്രതിഫലം നൽകട്ടെ, ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ നൽകട്ടെ, വലിയ ഐശ്വര്യങ്ങൾ നൽകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, വയനാട്ടിലെ ദുരിതബാധിത പ്രദേശമായ ചൂരൽമലയിൽ നിന്നാണ് സംസാരിക്കുന്നത്.
അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണം നേരിട്ട ഈ നാടിനെ, ഈ ഗ്രാമത്തെ ഏറ്റവും നന്നായി പുനരധിവസിപ്പിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും നിർവഹിക്കാനുണ്ടല്ലോ. നമ്മുടെ പ്രസ്ഥാനവും എല്ലാ ജനങ്ങളും ഒരുമിച്ച് ചേർന്ന് നിലവിൽ സാന്ത്വന സേവന സഹായ പ്രവർത്തനങ്ങളും തെരച്ചിലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തെരച്ചിലുകളൊക്കെ അവസാനിക്കുമ്പോഴും നമുക്ക് ഇവിടെ ഒന്നുമില്ലാതായി പോയ മനുഷ്യരുടെ കൂടെ നിൽക്കാൻ കഴിയുക എന്ന വലിയ ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാനുണ്ട്. ഏറ്റവും വിശേഷിച്ച് ഇവിടെയുള്ള വിദ്യാർത്ഥികൾ, അവരുടെ സ്കൂളാണ് ഇവിടെ തകർന്നു വീണിരിക്കുന്നത്. ആ വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടെ SSF ഏറ്റെടുക്കുകയാണ്. പരമാവധി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങളും ഈ സ്കൂളിൻ്റെ പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ SSF അതിൻ്റെ കൃത്യമായ പങ്ക് നിർവഹിക്കാൻ വേണ്ടിയുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ക്യാമ്പുകളിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ, അവരുടെ എല്ലാം മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടെ വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ വെഫിയുടെ നേതൃത്വത്തിൽ മെൻ്റലി റീഹാബിലിറ്റേഷൻ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ നടക്കുകയും അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആലോചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെറിയ കുട്ടികൾ, മാതാപിതാക്കളടക്കം നഷ്ടപ്പെട്ടു പോയതടക്കമുള്ള ചെറിയ പിഞ്ചുങ്ങളുണ്ട്. അവരുടെ അടക്കം സംരക്ഷണവും സുരക്ഷയും വിദ്യാഭ്യാസവും അടക്കമുള്ള കാര്യങ്ങളിൽ SSF അതിൻ്റെ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുകയും പരമാവധി അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതിനുവേണ്ടി നിങ്ങളെല്ലാം നമുക്കൊരുമിച്ച് ചേർന്ന് നിന്ന് ഇൻഷാ അല്ലാഹ് ഈ ഗ്രാമത്തെ കൃത്യമായി പുനർനിർമ്മിക്കാനുള്ള ശ്രമങ്ങളിൽ എല്ലാവരും ഒരുമിച്ചുണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും ഇതുവരെ സഹകരിച്ചതിനും സഹായിച്ചതിനൊക്കെ സന്തോഷങ്ങൾ അറിയിക്കുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഓരോ സംഘടനകളും അവർ സജ്ജീകരിച്ച വളണ്ടിയർമാരെ പറഞ്ഞയച്ചു. ആ പറഞ്ഞയച്ച വളണ്ടിയർമാർ ചെയ്യുന്ന സേവനങ്ങളെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും വളരെ പോസിറ്റീവായി, വളരെ ആത്മാർത്ഥമായി, വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുകയാണ്. കാരണം ദുരന്തമുഖത്ത് ജീവൻ പണയപ്പെടുത്തി തന്റെ കുടുംബത്തിൽ നിന്ന് മാറി നിന്ന് ഭക്ഷണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഉറങ്ങിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും, പ്രിയപ്പെട്ട സഹോദര, തോരാതെ പെയ്ത മഴ കാരണം തോരാത്ത കണ്ണുനീര് സമ്മാനിച്ച, കരയാനിനി കണ്ണുനീരില്ലാത്ത ഒരു സമൂഹത്തിന്റെ കണ്ണുനീരൊപ്പുന്നതിന് ജീവനോടെ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് അന്വേഷിച്ച് മടകളിലും അതുപോലെ തന്നെ മൺകൂനകൾക്കിടയിലും കോൺക്രീറ്റ് കൂനകൾക്കിടയിലും തപ്പാൻ ചെന്ന നമ്മുടെ വളണ്ടിയർമാർ എത്രമാത്രം അവർ അഭിനന്ദനം അർഹിക്കുന്നവരാണ്. അവരെങ്ങനെയാണ് വർണ്ണിക്കേണ്ടത്? നാം മനസ്സിലാക്കണം സഹോദരന്മാരെ, വല്ലാത്ത ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരാഴ്ച മുമ്പ് കേരളം മുഴുവനും കർണാടകയിലെ മണ്ണിനടിയിൽപ്പെട്ട അർജുനന് വേണ്ടി മതം ജാതി നോക്കാതെ കേടുകയായിരുന്നെങ്കിൽ അതിലേറെ വലിയ ദുരന്തമുഖത്തേക്കാണ് ശേഷം നമ്മൾ ചെന്നത്. ഒരു കാര്യം പറയുകയാണ്, ഈ തോരാത്ത മഴക്കെടുതിയിൽ കണ്ണുനീര് തോരാത്ത ദുരിതബാധിതർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഈ നാട്ടിലെ ചെറുപ്പക്കാരെ അപമാനിക്കുന്ന ഇതിലേറെ വലിയ ദുരന്തമായി മാറുന്ന ചില ആളുകളുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സങ്കടകരമാണ്. വേദനയുണ്ട് ദുരന്തത്തിൽ. പാവപ്പെട്ട മനുഷ്യരുടെ വേദനകൾ നമുക്ക് താങ്ങാൻ കഴിയില്ല. പക്ഷെ അതിലേറെ വലിയ വേദന ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും സമ്മാനിക്കുന്ന ചില ദുരന്തങ്ങളായ പിറവികൾ ഈ രാജ്യത്തുണ്ടായി എന്നത് എത്ര സങ്കടകരമാണ്. സോഷ്യൽ മാധ്യമങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഇത് പറയുന്നത്, ഒരാഴ്ചയിൽ മൂന്ന് വീഡിയോയെങ്കിലും പുറത്തിറക്കാറുള്ള ABC ടോക്ക് എന്ന് പറയുന്ന ധാരാളം പ്രേക്ഷകരുള്ള, വർഗീയ മനസ്സോടുകൂടെ പലപ്പോഴും സംസാരിക്കാറുള്ള, ഇസ്ലാമിക വിരുദ്ധരായ ആളുകൾക്കൊക്കെ വന്ന് കയറി സംസാരിക്കാൻ ഇടം കൊടുക്കുന്ന ഒരു ചാനലിലെ ഏറ്റവും പ്രധാനികളായ രണ്ടാളുകളുടെ ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ ചർച്ച എന്താണെന്നറിയോ നിങ്ങൾ? അവർക്ക് ഈ ദുരന്തത്തിൽ അകപ്പെട്ട മനുഷ്യരുടെ വേദനകളെ കുറിച്ചല്ല, ജീവൻ നഷ്ടപ്പെട്ടവരുടെ വേദനകളെ കുറിച്ചല്ല, ജീവനോടെ ഇല്ലെങ്കിലും എൻ്റെ ഉമ്മയുടെ, എൻ്റെ അമ്മയുടെ, എൻ്റെ കൊച്ചുമോന്റെ, തൻ്റെ പേരമകന്റെ, തൻ്റെ സഹോദരന്മാരുടെ, തൻ്റെ അയൽവാസിയുടെ മൃതദേഹമെങ്കിലും മയ്യത്തെങ്കിലും കിട്ടുമോ എന്ന് പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യരുടെ വേദനയെ കുറിച്ചല്ല അവരുടെ ചർച്ച. മറിച്ച് ഈ ദുരന്ത ഭൂമിയിൽ കഠിനാധ്വാനം ചെയ്യുന്ന പാവപ്പെട്ട നമ്മുടെ നാട്ടിന്റെ പ്രതീക്ഷകളാകുന്ന വളണ്ടിയർമാരെ കുറിച്ചാണ് അവരുടെ ചർച്ച. എന്താണ് ചർച്ച? വല്ലാത്തൊരു ചർച്ചയാണ്. ദുരന്ത ഭൂമിയിലേക്ക് ചെന്ന് വളണ്ടിയർമാരായ ആളുകളെ
അവരുടെ ഉദ്ദേശശുദ്ധി ആരാണ് സഹോദരന്മാരെ അളക്കാൻ ഇവരൊക്കെ നിയോഗിച്ചത്? എന്താണ് പറയുന്നതെന്നറിയോ സഹോദര? ആ ദുരന്ത ഭൂമിയിൽ ചില ആളുകൾ ചില കുപ്പായങ്ങൾ ഇട്ട് വന്നിരിക്കുന്നു. കുപ്പായം ഇട്ടിട്ട് അവരിങ്ങനെ സേഫായ സ്ഥലത്ത് നിന്നിട്ട് അവരിങ്ങനെ കുപ്പായം ഇട്ടിട്ട് പലതും ചെയ്യാണ്. എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സംഘടനകളുടെ പേര് പറയാണ്. വൈറ്റ് ഗാർഡ് ഉണ്ട് അതില്, DYFI ഉണ്ട് അതില്, SYS ഉണ്ട് അതില്, അതുപോലെ തന്നെ SKSSF ഉണ്ട് അതില്. 4 ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവർക്കിഷ്ടമുള്ള ചില സംഘടന ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ നിങ്ങള്? അവരിട്ട കുപ്പായം കണ്ടാൽ അറിയാം ഇന്നലെ തയ്ച്ച് പുതിയത് വാങ്ങിയിട്ട് വന്നതാണ് എന്ന്. നോക്കൂ നിങ്ങൾ, അവർ നിൽക്കുന്നത് ദുരന്തമുഖത്തല്ല, ഹോസ്പിറ്റൽ പരിസരത്തും അതുപോലെ തന്നെ സേഫായ സ്ഥലത്തു നിന്ന് കുപ്പായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അവർ. ഇത്രമാത്രം നീചരായ, നികൃഷ്ടരായ, മൃഗങ്ങൾ പോലും നാണിച്ചു പോകുന്ന, മനുഷ്യത്വമില്ലാത്ത, വർഗീയം വിസർജിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നത് വലിയാത്ത സങ്കടമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളത്തിലെ മുഴുവൻ ചാനലുകളും അവിടുത്തെ സന്നദ്ധ സേവകന്മാരായ ആളുകൾ സൈനികരോടൊപ്പം നിന്നുകൊണ്ട് ദുരന്തഭൂമിയിൽ അപകടം പിടിച്ച സ്ഥലത്ത് 24 മണിക്കൂറും എണ്ണയിട്ട യന്ത്രം പോലെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ അധ്വാനിക്കുന്നു എന്ന് നിരന്തരം വിളിച്ചു പറയുമ്പോ ഇത് കാണാനുള്ള കണ്ണില്ലാത്തവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞൊരു വചനം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. കണ്ണുണ്ട്, ഖൽബുണ്ട്, പക്ഷേ കാതുണ്ട്. പക്ഷേ കേൾക്കേണ്ടത് കേൾക്കാനും കാണേണ്ടത് കാണാനും അതുപോലെ തന്നെ ചിന്തിക്കേണ്ടത് ചിന്തിക്കാനും ഭാഗ്യം ലഭിച്ചാത്ത നിർഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ അവരെ പെടുത്താൻ പറ്റുള്ളൂ. ഈ സംഘടനകളുടെ ഒക്കെ പറയുന്നത് വൈറ്റ് ഗാർഡ് എന്ന പേരിൽ അവർ ചോപ്പ് കുപ്പായം ഇട്ടുകണെന്ന് വരെ പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ഹോസ്പിറ്റലിന്റെ പരിസരത്ത് വളണ്ടിയർ വേണ്ടേ? മയ്യത്തുകൾ കുളിപ്പിക്കാൻ വളണ്ടിയർ വേണ്ടേ? അതുപോലെ തന്നെ കിട്ടുന്ന ജഡങ്ങളെ അഥവാ മയ്യത്തുകളെ പലപ്പോഴും മനുഷ്യനിക്ക് പലപ്പോഴും ദുർഗന്ധവും ജീർണിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ പൊറുക്കി കൂട്ടിയിട്ട് ഒരു സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി മാന്യമായി അതിനെ പൊതിഞ്ഞ് വൃത്തിയാക്കി അതിന്റെ അഹിലുകാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ ചെയ്യുന്ന സേവനത്തെ നിസ്സാരമായി കാണുന്ന കശ്മലന്മാരെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ. ഞാൻ പറയുന്നത് ഇത് വലിയ മറ്റൊരു ദുരന്തമാണ്. ഇതിലേറെ വലിയ ദുരന്തം വേറെയില്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ദുരിതബാധിതർക്ക് വീടുകൾ വെച്ച് നൽകാൻ സന്നദ്ധ അറിയിച്ചു. രക്ഷാപ്രവർത്തനം തീരുന്ന മുറക്ക് മതിയായ ഭൂമി ലഭ്യമാകുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസരി സംസാരിക്കുന്നു. വയനാട്ടിലെ ദുരന്ത മേഖലയിൽ സേവനം നടത്തുന്ന നിരവധി സന്നദ്ധ പ്രവർത്തകരുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് SYSന്റെ സ്വാതന്ത്ര്യം വളണ്ടിയർമാർ. ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസ്ഹരി തന്നെ സന്ദർശിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ കണ്ടു, എന്താണ് അവസ്ഥ? കേരളത്തിലെ 25,000 വോളണ്ടിയേഴ്സുള്ള കേരള മുസ്ലിം ജമാഅത്തിന്റെ സന്നദ്ധ സംഘടനയാണ് സാന്ത്വനം. മറ്റ് സംഘടനകളോടൊപ്പം തന്നെ സാന്ത്വനം വളരെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ദുരന്തമുണ്ടായത് അറിഞ്ഞ ഉടനെ തന്നെ മണിക്കൂറുകൾക്കകം പരിസരത്തുള്ള സാന്ത്വന റെസ്ക്യൂ ടീം ഇവിടെ എത്തി പ്രവർത്തിച്ചു. അവരിപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് മെഡിക്കൽ ആശുപത്രികൾക്ക് സമീപവും അതുപോലെ മറ്റ് മെഡിക്കൽ മേഖലകളിലാണ് പ്രധാനമായും സാന്ത്വനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദുരന്ത നിവാരണത്തിനുള്ള പ്രത്യേകമായ പരിശീലനങ്ങൾ അവർക്കേറെ നൽകപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അതിതീവ്രമായ പരിശീലനങ്ങൾ നൽകപ്പെടണമെന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. കൂടാതെ ഞങ്ങളുടെ മെഡിക്കൽ വിങ് 1200ഓളം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു 300ഓളം ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും സർവ്വസന്നദ്ധരായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്, ഹീലിംഗ് ടീമും ഫീൽഡിലുണ്ട്. അത് കൂടുതൽ വ്യാപകമായി ചെയ്യുന്നതിന് നമ്മൾ ADMനോട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിനോടൊപ്പം സഹകരിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് നേരത്തെ പുത്തുമലയിലും കോളപ്പാറയിലൊക്കെ ചെയ്തതുപോലെ തന്നെ സമസ്തയുടെ കീഴിൽ കേരള മുസ്ലിം ജമാഅത്ത് ചെയ്യുമെന്ന കാര്യം ഉസ്താദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം അതിനോട് ചേർന്നുകൊണ്ട് SYSഉം SSFും എല്ലാം പ്രവർത്തിക്കുകയാണ്.
ICF-ന്റെ വേൾഡ് പ്രസിഡന്റാണ് ശ്രീ താറ്റുകോയ തങ്ങൾ. ICF-ന്റെ നേതൃത്വത്തിൽ നേരത്തെ വയനാട്ടിൽ നൽകിയിട്ടുള്ള ഓക്സിജൻ കോൺസെൻട്രേഷൻ പ്ലാന്റ് അതുപോലെ ഇത്തവണ പുനർനിർമ്മാണ പദ്ധതികളിൽ ICF വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്തായാലും ICF-ന്റെ ഒപ്പം തന്നെ SYSന്റെ സ്വാതന്ത്ര്യം വളണ്ടിയർമാർ ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ സേവനം നടത്തുന്നുണ്ട്. ഇത് കൂടാതെ പുനരധിവാസത്തിനും ഇതെല്ലാം കഴിഞ്ഞ് പുനരധിവാസത്തിനും SYSന്റെ ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു സംഘടനകളുടെ കൂട്ടായ്മകളുടെ സഹായം ഉണ്ടാകുമെന്നാണ് AP അബ്ദുൽ ഹക്കീം അസ്സരി പറയുന്നത്. ഒരു പേടിയും അക്കാര്യത്തിൽ പേടിക്കേണ്ട. ഓരോ വകുപ്പിന്റെയും രേഖകൾ അന്വേഷിച്ച് ഇനി ദീർഘകാലം ഓഫീസുകളിൽ കയറി ഇറങ്ങും എന്ന് പേടിക്കേണ്ട. ഈ ആവശ്യമൊന്ന് തണുത്തോട്ടെ. ഈ പ്രശ്നമൊന്ന് നമ്മുടെ കണ്ടെത്തൽ ഒന്ന് തണുത്താൽ നമുക്ക് ഒരു പൊതു അദാലത്ത് മേപ്പാടിയിൽ വെച്ച് തന്നെ നടത്തി എല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഏത് വകുപ്പിന്റെ കയ്യിൽ നിന്നാണോ രേഖയാണോ നഷ്ടപ്പെട്ടത് അവർക്കത് കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യമൊരുക്കാം. ഇപ്പം ഇന്നലെ ഞങ്ങൾ പുത്തുമലയിൽ നേരത്തെ നമ്മൾ ആ നടപടി ചെയ്തതാണ്. ഒരു കാര്യം കൂടിയുള്ളത്, ഈ മൊബൈൽ ഫോണുകളിലൂടെ ബന്ധം നഷ്ടപ്പെട്ടവരാണ് മഹാഭൂരിപക്ഷം പേരുകളും. അവരുടെ കയ്യിൽ ഫോണില്ല. ഫോണുണ്ടെങ്കിൽ ഒരു ഫോൺ കൊടുക്കാം എന്ന് കരുതിയാൽ പഴയ നമ്പറില്ല. അപ്പോൾ അതുകൊണ്ട് ഉച്ച മുതൽ അതിനുവേണ്ടി ഒരു പ്രവർത്തനം ആരംഭിക്കുകയാണ്. മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട എല്ലാവർക്കും ഫോൺ കൊടുക്കാനുള്ള സൗകര്യം നമ്മുടെ കയ്യിലായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഫോൺ നമ്പർ ഓർമ്മ വെച്ചെടുക്കുകയാണെങ്കിൽ തമ്പ് വെച്ച് വേറെ ആധാറും ID കാർഡും ഇല്ലാതെ തമ്പ് വെച്ച് അയാൾ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തി സിം കിട്ടാവുന്ന വിധത്തിൽ നമുക്ക് ഒരു സംവിധാനം കൂടി ഇന്നലെ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, വെള്ളത്തിൻ്റെ വിതരണത്തിൻ്റെ കാര്യത്തിൽ ഇന്നുണ്ടായ ഒരു പ്രയാസം ഉണ്ടാക്കുന്നതിലുള്ള ഒരു പ്രയാസമല്ല. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞങ്ങളെല്ലാ മന്ത്രിതല ഉപസമിതിയുടെ ഭാഗമാണെങ്കിലും ഇന്ന് പത്രമാധ്യമങ്ങളിൽ, വിഷ്വൽ മാധ്യമങ്ങളിൽ ചിലതെങ്കിലും വന്ന വാർത്ത റവന്യൂ വകുപ്പ് നിരോധിച്ചതുകൊണ്ട് ഭക്ഷണം ആളുകൾക്ക് വിതരണം ചെയ്യാനായില്ല എന്നാണ്. അങ്ങനെ റവന്യൂ വകുപ്പിന് പ്രത്യേകമായിട്ട് ഒരു നിരോധനവും ഇല്ല. റവന്യൂ വകുപ്പിന് മാത്രമായിട്ടൊരു ഭക്ഷണ വിതരണവും ഇല്ല. ഇതെല്ലാ വകുപ്പുകളെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഉപസമിതിയാണ് ഇവിടെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിനകത്ത് ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ആർമിയിലെ പ്രവർത്തകർ ഉൾപ്പെടെ നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അകത്തേക്കുള്ള ഭക്ഷണം പൂർണ്ണമായും ഹൈജീനിക്കായി ഗവൺമെൻറ് തലത്തിൽ തന്നെ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ നേരിട്ട് പരിശോധന നടത്തിയ ഭക്ഷണം അകത്തേക്ക് വിടാം എന്നുള്ള ധാരണയിലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സേനാംഗങ്ങളും അകത്തേക്കുള്ള വളണ്ടിയർമാരും വാഹനങ്ങൾ ഓടിക്കുന്നവരും ഉൾപ്പെടെയുള്ളവരുടെ ഭക്ഷണം കൃത്യമായി അകത്തേക്ക് സപ്ലൈ ചെയ്യാവുന്ന വിധത്തിലുള്ള സൗകര്യം നമുക്കൊരുക്കാം. പുറത്ത് സന്നദ്ധ പ്രവർത്തകർ ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ ഒരു തടസ്സവുമില്ല. അവർ വിതരണം ചെയ്യട്ടെ. അത് തടസ്സപ്പെടുത്താൻ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നില്ല. നേരത്തെയും അങ്ങനെ ആലോചിച്ചില്ല. അകത്തുള്ളത് മാത്രം ഔദ്യോഗികമായ സംവിധാനങ്ങളിലൂടെ വിതരണം ചെയ്യണം എന്നാണ് സർക്കാർ കരുതിയിട്ടുള്ളൂ. പുറത്ത് വിതരണം ചെയ്യുന്നത് സന്നദ്ധ പ്രവർത്തകരോട് പ്രത്യേകിച്ചൊരു തർക്കമോ തകരാറോ ഇല്ല. പക്ഷേ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഏരിയയ്ക്കുള്ളിലേക്ക് വാഹനങ്ങൾ കടത്തിവിടാൻ ദയവായി ശ്രമിക്കരുത്. വാഹനങ്ങൾ അവിടെ നിർത്തി നടന്നു വന്ന് ഇത് വിതരണം ചെയ്യുന്നതിൽ ഒരു വിരോധമില്ല. ആദ്യത്തെ ദിവസം തന്നെ അങ്ങനെ പറയാൻ കാരണം, ഫുഡ് സപ്ലൈ വാഹനങ്ങൾ എന്ന പേര് വെച്ച് ധാരാളമായി വാഹനങ്ങൾ വന്നാൽ നിങ്ങളിവിടെ കാണുന്നതാണ്, ഇവിടെ വന്ന് തിരിച്ചു പോകാൻ സാധ്യമാകാതെ വരും. അങ്ങനെ വരുന്ന ഭക്ഷണം അകത്ത് വിതരണം ചെയ്യണം എന്നാർക്കും നിർബന്ധമുണ്ടാകില്ല. അത് വിതരണം ചെയ്യേണ്ടതുമില്ല. ഒരാൾ പോലും ഭക്ഷണം കഴിക്കപ്പെടാതിരിക്കരുത് എന്ന് തന്നെയാണ് സർക്കാരിൻ്റെയും നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. ഇതിൽ ഭരണപ്രതിപക്ഷമില്ല. ഇതിൽ വേറെ ഏതെങ്കിലും ജാതിമത വേർതിരിവുകളില്ല. രാഷ്ട്രീയമായ വ്യത്യാസമില്ല. പക്ഷെ ഇത്ര വലിയൊരു ഒരു പ്രവർത്തനം നടത്തുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ ക്ഷമാപണത്തോടെ ഇത്ര വലിയൊരു സംഘാടനത്തിലുണ്ടാകുന്ന സംഭവങ്ങളാണ് എന്ന് കരുതി ഒരു ദയാവായ്പും ക്ഷമയും ഒക്കെ കരുതേണ്ടതായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇനി അങ്ങനെ ഇല്ലാത്തതൊരു പൊതു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാനാണെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. അതിലൊരു തരത്തിലുള്ള പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ കൊണ്ടുപോകാം. അതിൽ ഞങ്ങളും നിങ്ങളുമില്ല, നമ്മളെല്ലാവരും ചേർന്ന് ആ പ്രവർത്തനം നടത്തേണ്ടവരാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. പക്ഷെ പ്രയാസകരമായൊരു പ്രശ്നം, രാവിലെ സർക്കാർ വളണ്ടിയർമാർ, ചിലർ റവന്യൂ ജീവനക്കാർ എന്നും പറഞ്ഞു, വിതരണം ചെയ്ത ബ്രെഡുകൾ, റൊട്ടികൾ ഡേറ്റ് കഴിഞ്ഞതാണ് എന്നൊരു വാർത്ത കേട്ടു. ഞാൻ രാവിലെ ഗവൺമെൻറ്റിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചയാളാണ്. നിങ്ങളാരെങ്കിലും കഴിച്ചുവോ എന്ന് എനിക്കറിയില്ല. ഗവൺമെൻറ് ഇന്ന് രാവിലെ, അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ സംഘാടക, ഒഫീഷ്യലായിട്ടുള്ള സംഘാടകർ ഇന്ന് രാവിലെ മാത്രമല്ല ഇതുവരെ അങ്ങനെ ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല. ചെയ്യാത്ത ബ്രെഡ് എങ്ങനെ പൂക്കുന്നു എന്ന കാര്യം ഞങ്ങൾക്ക് അങ്ങനെ പിടികിട്ടിയില്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ ഒരു രക്ഷാപ്രവർത്തന ദൗത്യം കേടായ ബ്രെഡും
അല്ലെങ്കിൽ ആ വിധത്തിലുള്ള റസ്ക്കുമൊക്കെ വിതരണം ചെയ്തു എന്ന് പറയുന്ന വിധത്തിൽ ഉണ്ടായാൽ അതൊരു പ്രയാസകരമാണ്. ഇനി അങ്ങനെ ആരെങ്കിലും കേടായ ബ്രെഡോ കേടായ റസ്കോ വിതരണം ചെയ്യാതിരിക്കാൻ കൂടി വേണ്ടിയാണ് അകത്തുള്ള വിതരണം പൂർണ്ണമായും ഫുഡ് സേഫ്റ്റി അതോറിറ്റി അംഗീകരിച്ചിട്ടുള്ള സാധനങ്ങളെ വിതരണം ചെയ്യാൻ പാടുള്ളൂ എന്ന് വെച്ചിട്ടുള്ള. ആവശ്യത്തിന് വെള്ളം നമ്മുടെ കയ്യിലുണ്ട്, ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുന്നുണ്ട്, ആവശ്യത്തിന് ഭക്ഷണവും കൊടുക്കാൻ ഒരു വിരോധമില്ല. അകത്തുള്ളവരെക്കാൾ 1400-ലേറെ അധികം പാക്കറ്റുകൾ ഇന്ന് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു തർക്കത്തിനില്ല. എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക, ഇത്ര വലിയ ഒരു പ്രവർത്തനങ്ങൾക്കിടയിലുണ്ടായതാണ് എന്ന് വിചാരിക്കുക. ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റിദ്ധാരണ വേണ്ട. ബെയിലി അപ്പുറത്തുനിന്ന് ഞാൻ പറഞ്ഞാൽ പ്രശ്നബാധിത പ്രദേശത്ത് ഇവർ കണ്ടെത്തുന്ന ഫുഡ് ആൻഡ് സേഫ്റ്റി പരിശോധിച്ചിട്ടുള്ള ഭക്ഷണം കൊടുക്കുകയും പുറത്ത് നമ്മുടെ സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം വിതരണം ചെയ്യാനുള്ളതിൽ പ്രത്യേക തടസ്സമൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ അതൊരു പ്രധാന ഇനമാക്കി കരുതിയ ഒരു പ്രയാസത്തിലേക്ക് പോകരുത് എന്ന് മാത്രമേ കരുതുന്നുള്ളൂ. ഇത്തരത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന കേരളത്തിൻ്റെ ഒരു ദുരന്ത നിവാരണ കൂട്ടായ്മയ്ക്കും ആ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ മലയാളി ഇഴയില്ലാത്ത വിധം നമ്മൾ കൂട്ടിയോജിപ്പിക്കപ്പെട്ട ആത്മബന്ധത്തിനും ഏതെങ്കിലും വിധത്തിൽ തടസ്സം ഉണ്ടാകുന്നതാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വിളിച്ചു ചോദിക്കുകയാണ്, ബ്രെഡിൽ അപകടമുണ്ടോ, റസ്കിൽ അപകടമുണ്ടോ, ഞങ്ങൾ കൊണ്ടുവരണോ? അങ്ങനെ പറയേണ്ട ഒരു പ്രശ്നം പ്രധാനമായിട്ടുമില്ല. അപ്പം അതുകൊണ്ട് കൃത്യമായി അകത്ത ആളുകളെ 9 മണി വരെ റെസ്ട്രിക്റ്റ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. രാവിലെ 7 മണി മുതൽ പോകുന്ന ആളുകൾക്ക് അവരവരുടെ കയ്യിൽ തന്നെ പാക്കറ്റും വെള്ളവും കൊടുത്ത് വിടാനുള്ള ഏർപ്പാടുകൾ വളരെ സവിശേഷമായി ചെയ്യും. അവിടെ നമുക്ക് പുറത്തൊരു കൗണ്ടർ ഒതുക്കാം, മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ അവിടെ നിന്ന് ഉപയോഗിക്കാം. അതല്ലാത്ത വിധത്തിൽ സന്നദ്ധ പ്രവർത്തകർ തരുന്ന ഭക്ഷണവും വിതരണം ചെയ്യുന്നതിൽ ഒരു പ്രയാസമില്ല. അതിലെന്തെങ്കിലും വേറെ വേർതിരിവുകൾ ഉണ്ടായിട്ടില്ല. വിഷയം നമുക്ക് ഇക്കാര്യത്തിൽ കേന്ദ്രീകരിക്കണം എന്ന് സവിനയം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പത്രസമ്മേളനം എന്ന നിലയിൽ ഇന്ന് പറയാനുള്ളത്. നാളെ കടാവർ ഡോഗ്സിൻ്റെ കൂടി സംവിധാനത്തെ ഉറപ്പിക്കും. അതുപോലെ തന്നെ ഇന്ന് 6 മണിക്ക് ചേരുന്ന യോഗത്തോടു കൂടി തന്നെ കുറച്ചുകൂടി വിപുലമായിട്ടുള്ള ഒരു പരിപാടി തയ്യാറാക്കും. ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ സേവനം ചെയ്യുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ കുറച്ച് മനോധൈര്യം വേണ്ട ഒരു സേവനം ചെയ്യുന്ന ഒരു കൂട്ടം സ്ത്രീകളും അവരെ സഹായിക്കുന്ന ചേട്ടന്മാരുമുണ്ട്. ഞാൻ നിൽക്കുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവർ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇവിടെ സേവനം ചെയ്യുകയാണ്. അതായത് ചാലിയാറിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്ന മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ പോലീസിനെ ഇൻക്വസ്റ്റ് ചെയ്യണം. അതിന് സഹായം ചെയ്യുന്നത് ഈ ചേച്ചിമാരാണ്. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടത്തിന് മുൻപ് ആ മൃതശരീരങ്ങൾ കുളിപ്പിച്ച് വൃത്തിയാക്കണം. ആ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് ഈ ചേച്ചിമാരാണ്. അവരെ സഹായിക്കാൻ കുറച്ച് ചേട്ടന്മാരുമുണ്ട്. വിവിധ സംഘടനകളുണ്ട്, ടീം വെൽഫെയർ ഉണ്ട്, IRW ഉണ്ട്, CH സെൻ്ററിൻ്റെ ചേച്ചിമാരൊക്കെ തന്നെ ഉണ്ട്. ഇത് നിങ്ങൾ കുറേ കാലമായിട്ട് ചെയ്യുന്നതാണോ അതോ ആദ്യമായിട്ടാണോ? നമ്മൾ ഇതിനു മുമ്പ് കവളപ്പാറ ദുരന്തം 2019 ഉണ്ടായപ്പോൾ അന്നും നമ്മൾ സേവന സന്നദ്ധരായിക്കൊണ്ട് സ്ത്രീകളുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതുപോലെ താനൂർ ബോട്ട് ദുരന്തത്തിലും നമ്മുടെ സഹായം ആയിട്ട് നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നാട് ഏതൊരു ദുരന്തത്തിലും അതിനെ അതിജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് പഴയ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മളാലാവുന്ന സഹായം കൊണ്ട് നമ്മളെപ്പോഴും സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. മൃതദേഹങ്ങളൊക്കെ വരുന്നത് പ്രത്യേകിച്ച് ചാലിയാർ ഇത്രയും ഒഴുകി വന്നതാണ്. അപ്പം അതിൻ്റെ മൃതങ്ങൾക്ക് അവസ്ഥ എന്താണെന്ന് അറിയാമോ? നിങ്ങൾ അടുത്ത് അറിയുന്നുണ്ട് ചോദിക്കുന്നത്. വളരെ ദയനീയം അല്ലെങ്കിൽ ഹൃദയഭേദകമായ കണ്ടു നിൽക്കാൻ പറ്റാത്ത ദയനീയമായ കാഴ്ചയാണ് പല മൃതദേഹങ്ങളും. ഒരു വിധപ്പെട്ട മൃതദേഹങ്ങളൊന്നും ഫുൾ ബോഡി എന്ന് പറയുന്നതില്ല, പല ബോഡി പാർട്സുകളായിട്ടാണ് വരുന്നത്. അത് തന്നെ പൊട്ടിയും പൊളിഞ്ഞും മുറിഞ്ഞും പിന്നെ വെള്ളം കയറിയും ജീർണിച്ചുമുള്ള ഈ പറഞ്ഞതുപോലെ സാധാരണ മനുഷ്യന് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ നമ്മളതിനെ എങ്ങനെ അതിജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളെപ്പോലുള്ള സഹോദരങ്ങളാണല്ലോ. ഒരു ദിവസം നമ്മളെപ്പോലെ ഉറങ്ങി സമയത്തുണ്ടായ ഒരു ദുരന്തമാണല്ലോ. അപ്പോൾ അവർക്ക് നമ്മളാലാകുന്ന സഹായം ചെയ്യണമല്ലോ എന്നുള്ള ആ ഒരു മനക്കരുത്തുണ്ട്. നമ്മൾക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതുപോലെ ആരെങ്കിലും തന്നെ സഹായിക്കണമല്ലോ, ആ ഒരു വിചാരത്തിൽ നിന്നാണ് നമ്മളുടെ ഈ ഒരു മനക്കരുത്ത് ഉണ്ടാവുന്നതും അവർക്ക് വേണ്ടുന്ന അവരുമായി ഡെഡ് ബോഡിക്ക് വേണ്ടുന്ന എല്ലാ ആദരവ് കൊടുക്കാനും നമ്മൾ ശ്രമിക്കുന്നത്. ഈ ബോഡി ഞങ്ങളവിടെ നേരിട്ട് കണ്ടായിരുന്നു. മുഴുവൻ മണ്ണും ചെളിയും ഒക്കെ നിറഞ്ഞാണ്. മണലൊക്കെ ഇങ്ങനെ കുഴിച്ചൊക്കെയാണ് ആളുകൾ എടുത്തുകൊണ്ട് വരുന്നത്. ധാരാളം ചെളിയൊക്കെ ഉള്ളത്. അപ്പോൾ കുറച്ച് ശ്രമകരമായ ജോലി ആയിരിക്കുമല്ലോ കുളിപ്പിച്ചെടുക്കുക എന്നുള്ളത്. അതെ അത് ആ അവസ്ഥയിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മളിവിടെ 5ാമത്തെ ദിവസമാണ്. 5 ദിവസം മുതൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. വരുന്നത് വ്യത്യസ്തമായ അവസ്ഥയിൽ തന്നെയാണ്. അത് പറഞ്ഞ് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറയാൻ കഴിയില്ല, പറഞ്ഞങ്ങനെ അവതരിപ്പിക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. വളരെ വെച്ച് കഴിഞ്ഞാൽ വളരെ ദയനീയമായ ഒരവസ്ഥയിൽ തന്നെയാണ്. അത് ഏത് രൂപത്തിലേക്കാണോ ആക്കേണ്ട ആ രൂപത്തിലേക്ക് നമ്മൾ ആക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളാണ് അവിടെ ചെയ്തത്. വാഷ് ചെയ്യണതായാലും പാക്ക് ചെയ്യുന്നതായാലും ക്ലീൻ ചെയ്യുന്നതായാലും എന്തതിൽ പ്രതിസന്ധി ഉണ്ടായാലും അതിനെ നമ്മൾ വളരെ സന്തോഷപൂർവ്വം വളരെ ആദരപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് അതിലുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങളെ സഹായിക്കാൻ പുരുഷന്മാരും ഉണ്ടല്ലേ?
അത് കാരണം ഈ ബോഡി ഭയങ്കര വെയിറ്റ് ഉണ്ടാവുമല്ലോ വെള്ളത്തിലൂടെ ഒഴുകി വന്നിട്ടെ. അപ്പം നിങ്ങൾ ഇവരെങ്ങനെ സഹായിക്കുന്നത്? ഇത് കൂടുതലായിട്ടും എന്താ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടാണ് ചെയ്യുക. അപ്പം വെയിറ്റ് ഉണ്ടെങ്കിലും കുഴപ്പം 2 3 പിടിച്ചിട്ടാണ് നമ്മൾ പൊക്കുക. മെയിനായിട്ട് ഇത് ക്ലീൻ ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലീൻ ചെയ്യാന്ന് പറയുമ്പോൾ പിന്നെ ഇന്നലെയൊക്കെ കുറച്ചുകൂടി അസഹ്യമായിരുന്നു. പിന്നെ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അത് ഇങ്ങനെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ല് കട്ട് ചെയ്തിട്ട് എടുക്കും. അപ്പം അത് ആക്സ് ബ്ലേഡ് കൊണ്ടാണ് നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. അപ്പം ഇന്നലെ അവർ ആക്സ് ബ്ലേഡ് ചെയ്യാൻ കഴിയായിട്ട് എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്. അപ്പം ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു, ആ ഫ്രെയിമിൽ ഫിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ആക്സ് ബ്ലേഡ് കട്ട് ചെയ്തതും. അങ്ങനെ അത് DNA വേണ്ടിയിട്ട് ഒരു പീസ് എടുക്കാറുണ്ട്. അങ്ങനത്തെ വർക്കുകളാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്. ഏതായാലും ഇവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം അത്ര വലിയ സേവനമാണ് ഇവർ ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവർക്ക് വലിയൊരു ബിഗ് സല്യൂട്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇനി റിപ്പോർട്ടർ. കുറേ കാലമായിട്ടുള്ള കൂട്ടായ്മ, നമ്മളെ ഫ്രണ്ട്സുകളും എല്ലാവരും കൂടിയിട്ട് വേറെ ഒരു പിരിവെടുത്തിട്ടോ ഒന്നുമല്ല. എല്ലാവരും കൂടി എത്രമാണെന്ന് വെച്ചാൽ അത് ഡിവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത്ര പൈസ നമുക്ക് തരാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. 60-80 ഇങ്ങനെ ആൾക്കാരുണ്ടാവും. ഇപ്പൊ 60 ആൾ ഇവിടെ ഉണ്ട്. പകുതി ആള് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അവിടെ റെസ്ക്യൂ ടീമിലുണ്ട്. മെയിനായിട്ട് ഭക്ഷണം കിട്ടാത്തൊരു വിഷയമാണ്. ഇവിടുന്ന് ചുരൽമലയിൽ നിന്ന് ഭക്ഷണം കിട്ടേണ്ടിട്ടുണ്ടെങ്കിൽ 13 കിലോമീറ്റർ മേപ്പാടി പോകണം. ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വണ്ടിയിൽ കയറ്റി പോകുന്നത്. വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നു സൗജന്യമായിട്ട്. സന്തോഷം, എല്ലാവർക്കും ഹൃദയംഗമായ വെൽക്കം. നമസ്കാരം. ദുരിത മേഖലയിൽ എപ്പോഴും ഓടിയെത്തുന്ന ഒരു സംഘടനയാണ് നാദാപുരത്ത് പ്രവർത്തിക്കുന്ന വൈറ്റ് ഗാർഡ്. അവർ ഇത്തവണയും വയനാട്ടിൽ എത്തിയിരിക്കുകയാണ്. വയനാട്ടിലെ ഈ ഒരു പ്രളയബാധിത പ്രദേശങ്ങളിൽ ഉള്ളവർക്ക് സൗജന്യമായി ആഹാര സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് അവർ ഇപ്പോൾ ചെയ്യുന്നത്. മേപ്പാടിയിൽ നിന്നും ചൂരൽമലയിലേക്ക് പോകുന്ന വഴിയിൽ പുത്തുമലയ്ക്ക് സമീപമുള്ള കള്ളാടി മഖാമിലാണ് അവർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലാണ് അവർ ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം അടക്കം രാത്രി 12 മണി വരെ ഇവിടെ ഈ ആഹാര സാധനങ്ങൾ സൗജന്യമായി അവർ പാചകം ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറ്റ്യാടിയിലുള്ള ജസ്റ്റ് കാറ്ററിംഗ് സർവീസുകാരാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത്. എന്തായാലും വൈറ്റ് ഗാർഡ് അവരുടെ സ്വന്തം, അത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പിരിവൊന്നും എടുത്തിട്ടില്ല, അവരുടെ സ്വന്തം കയ്യിൽ നിന്നുള്ള പണം ഉപയോഗിച്ചിട്ടാണ് അവർ ഇത്തരത്തിൽ ഈ ഭക്ഷണം പാചകം ചെയ്ത് ദുരിതബാധിത പ്രദേശങ്ങളിലൊക്കെ കൊടുക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിനകത്ത് ഈ അടുക്കളയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതിന്റെ പ്രവർത്തകരുമായി ഒന്ന് സംസാരിക്കാം. ഒരു കല്യാണത്തിന് ഒരുക്കുന്ന സദ്യ പോലെയൊക്കെയാണ് അവർ ഈ ഭക്ഷണം പാകം ചെയ്യുന്നത്. ഇതൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുള്ള ആൾക്കാർക്ക് സൗജന്യമായി നൽകുന്ന ഭക്ഷണമാണ്. നമുക്ക് ഇവിടെ കാണാം, ഇത് അടുക്കളയാണ്. ഇവിടെയൊക്കെ ചിക്കൻ ബിരിയാണിയാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. ബിരിയാണി, നെയ്ച്ചോറുണ്ട്, മജ്ബൂസ് ഉണ്ട്, ചിക്കൻ മജ്ബൂസ്, നെയ്ച്ചോറ്, ചിക്കൻ കറി, പച്ചക്കറി, ഡാല്. നമ്മളെ ബോസാണത്, മൂപ്പറാണ് ഇതിന്റെ മൊത്തം നേതൃത്വം. ദിവസം എത്ര പേർക്കുള്ള ആഹാരമാണ് വെക്കുന്നത്? ഇന്ന് മൊത്തത്തിൽ 10,000 ഉള്ളതാണ് ഉദ്ദേശിച്ചത്. അതായത് 3 നേരം. രാവിലെ 6 മുതൽ രാത്രി 8, 9, 10, 12 മണി വരെ. എത്ര പണിക്കാരുണ്ട് നിങ്ങൾക്ക്? ഇന്നിപ്പം പണിക്കാരായിട്ടൊന്നല്ല, മൊത്തത്തിൽ എല്ലാരും കൂടിയാണ് പണിയായിട്ടല്ല, ഇതൊരു സേവനം പോലെ ചെയ്യാം. നമ്മളൊരു കാറ്ററിംഗിന്റെ ടീമും കൂടിയാണ്. എന്താണ് കാറ്ററിംഗിന്റെ പേര്? ജസ. എവിടെയാണ് സ്ഥലം? കുറ്റ്യാടി. കുറ്റ്യാടിയിൽ നിന്നാണ് നിങ്ങൾ എല്ലാവരും വന്നത്? അതെ, നാദാപുരത്തുനിന്ന് കുറ്റ്യാടി. എന്തായാലും വളരെ നന്നായിട്ട് ചിക്കൻ ബിരിയാണിയൊക്കെ അവിടെ തയ്യാറാക്കി ഇപ്പം ആളുകൾക്ക് സൗജന്യമായി കൊടുക്കുകയാണ്. കമറുദ്ദീനും VP റഫീഖുമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ? പിന്നെ ഇവിടെയുള്ള റെസ്ക്യൂ ടീമിനും മിലിറ്ററി എല്ലാ ഇവിടെ മേലെ ഈ ബന്ധപ്പെട്ട എല്ലാവർക്കും നമ്മൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇവിടെയുള്ള ആൾക്കാർക്കും നാട്ടുകാർക്കും ഏകദേശം ആൾക്കും ഇന്നലെ 1000 ആള് ഫുഡ് നമ്മൾ ഇന്നും അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇനി എത്ര ദിവസം വേണ്ടിക്കുന്നു നമ്മൾ റെഡിയാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. 10,000 പേർക്ക് ഒരു ദിവസം കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആവത്തില്ലേ? നമ്മളെ ഒരു കൂട്ടായ്മയാണ്. നമ്മൾ കുറേ കാലമായിട്ടുള്ള കൂട്ടായ്മയാണ്. നമ്മളെ ഫ്രണ്ട്സുകളും എല്ലാവരും കൂടിയിട്ടും വേറെ ഒരു പിരിവെടുത്തിട്ടോ ഒന്നുമല്ല. എല്ലാവരും കൂടിയും എത്ര വേണമെന്ന് വെച്ചാൽ അത് ഡിവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത്ര പൈസ നമുക്ക് തരാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളിത് 2018 കവളപ്പാറ, പറവൂര് എല്ലാവരും ചെയ്തത്. അങ്ങനെ എല്ലാവർക്കും ഫുഡ് നമ്മൾ കൊടുത്തിരുന്നു. എവിടെ ഒരു പ്രളയം ഉണ്ടായാലും അല്ലെങ്കിൽ ദുരിതം ഉണ്ടായാലും അവിടെ എല്ലാവരും പോകും. 80 ആള് മുതൽ 60-80 ഇങ്ങനെ ആൾക്കാരുണ്ടാവും. ഇപ്പൊ 60 ആൾ ഇവിടെ ഉണ്ട്. പകുതി ആള് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അവിടെ റെസ്ക്യൂ ടീമിലുണ്ട്. നിങ്ങൾ തന്നെ. രാവിലെ എന്ത് ഭക്ഷണമാണ് കൊടുക്കുന്നത്? രാവിലെ പൊറോട്ട, ചിക്കൻ കറി, പിന്നെ വെജ്, ദാൽ ഫ്രൈ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ബിസ്ക്കറ്റ്, പിന്നെ ബ്രെഡ്, അങ്ങനത്തെ എല്ലാം ഉണ്ട്. ഉച്ചക്ക് മജ്ബൂസ്, ചിക്കൻ മജ്ബൂസ്, പിന്നെ ദാൽ ഫ്രൈ, വെജിറ്റബിൾ വണ്ടികൾക്ക് വെജിറ്റബിൾ കൊടുക്കും. പിന്നെ രാത്രി നെയ്ച്ചോറ്, ചിക്കൻ കറി, പൊറോട്ട, കുബൂസ്. ഈ രക്ഷാപ്രവർത്തനം തീരുന്നിടം വരെ നിങ്ങളിവിടെ ഉണ്ടാവും? ഉണ്ടാവും. നമ്മള് എത്ര ദിവസം മണിക്ക് നമ്മള് ഇവിടെ മെയിനായിട്ട് ഭക്ഷണം കിട്ടാത്തൊരു വിഷയമാണ്. ഇവിടുന്ന് ചുരൽമലയിൽ നിന്ന് ഭക്ഷണം കിട്ടേണ്ടിട്ടുണ്ടെങ്കിൽ 13 കിലോമീറ്റർ മേപ്പാടി പോകണം. ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. മൊത്തം എത്രത്തോളം ആളുകളുണ്ട് നിങ്ങളുടെ സംഘടനയിൽ? നമ്മുടെ സംഘടന 100 ആള് വരെ നമ്മളെ ഉണ്ട്. ഇപ്പൊ 60 പേര് ഇപ്പം ഉണ്ട് സംഘടനയിലല്ല. ഇപ്പം നമ്മളെ ഇവിടെ ഇപ്പം പ്രവർത്തിക്കുന്ന 60 ആളുണ്ട്. ഇനി നമുക്ക് നാളെ വേറെ ആള് വരും, ഇവര് ചേഞ്ച് ആവും, വേറെ ആള് വരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ആളുകൾ വീട്ടിൽ പോകാനുള്ള സൗകര്യം ഉണ്ടോ, അതോ അവർ ഇവിടെ തന്നെ നിന്ന് ചെയ്യും? ഇവിടെ തന്നെ താമസിക്കുന്നത്. ഇവിടെ തന്നെ പള്ളിയിൽ തന്നെ താമസിച്ചിട്ട് ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യുന്നത്, പിന്നെ പോയിട്ട് വരും. പിന്നെ പോകേണ്ട അർജന്റുള്ള ആൾക്കാരെ പോകുമ്പോൾ അവിടുന്ന് വേറെ ആൾക്കാരുടെ ഷിഫ്റ്റിന് വേണ്ടിയിട്ട് വന്നിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതെ, പാക്ക് ചെയ്ത് നമ്മൾ കൊണ്ടു കൊടുക്കുകയാണ്. പാക്ക് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കുകയാണ്. ഇന്നിപ്പോ ഇവിടുന്ന് പാലത്തിന്റെ അപ്പുറത്ത് സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് ഇന്നലെ എത്താത്ത സ്ഥലം ഉണ്ടായിരുന്നു, മുണ്ടക്കയത്ത്. അവിടെ എത്തിക്കുന്ന സംവിധാനം ഇന്നലെ രാത്രി ചെയ്ത് ഇന്ന് വണ്ടിക്കാർ കൃത്യമായിട്ട് ഇപ്പം 400 ഫുഡ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എത്തിച്ചിട്ടുണ്ട്. ബാക്കി എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് യൂത്ത് ലീഗാണ്. നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങളാണ്. എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സഹായം എന്ന് പറഞ്ഞാൽ അരിഭക്ഷണം കഴിക്കുന്ന ആളുകളും അവർ നിൽക്കുന്ന ഒരു സ്ഥലവും ഏത് സ്ഥലമാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യും, നമ്മൾ ഫുഡ് എത്തിച്ചു കൊടുക്കും. എന്താവശ്യപ്പെട്ട എത്ര രാവിലത്തെ നാസ്ത, 10 മണിക്ക് ഉച്ചക്കുള്ള ബിരിയാണി, രാത്രി 4 മണിക്കുള്ള ചായയും കടിയും, അതുപോലെ വൈകിട്ടേക്കുള്ള രാത്രിക്കുള്ള ഭക്ഷണം, എത്ര ആളുകളുണ്ടോ അവർക്കൊക്കെ അവർ ലൊക്കേഷൻ മാത്രം പറഞ്ഞു തന്നാൽ മതി, ഞങ്ങൾ അവർ ഭക്ഷണം എത്തിക്കുന്നതായിരിക്കും. എല്ലാവർക്കും അതിന് സജ്ജീകരമായിട്ട് എല്ലാ ആളുകളുണ്ട്. കുറേ ആളുകൾക്ക് ഭക്ഷണം എത്താത്ത അവസ്ഥയൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിൽ പിന്നെ ഒരുവിധം നേവിൻ്റെ മെയിൻ ആളുകൾ, പിന്നെ ഇവിടുത്തെ സന്നദ്ധ സംഘടനകളെ മെയിൻ ആളുകളൊക്കെ ആഡ് ചെയ്തിട്ട് അവരെ എത്ര ആളുകളുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഭക്ഷണം പോകുന്നത്. ഒരു സ്ഥലത്തും ഭക്ഷണം എത്താത്ത ഒരവസ്ഥ ഇന്നുണ്ടാവില്ല. ഇന്നലെ പല സ്ഥലത്തും മുണ്ടക്കൈ ആ ഭാഗത്തേക്ക് ഭക്ഷണം എത്തിയില്ല എന്നുള്ള പരാതിയൊക്കെ വന്നു. മെയിനായിട്ട് നമ്മൾ പിന്നെ സന്നദ്ധ സംഘടനകളിൽ പെട്ട ആളുകളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് ഭക്ഷണം എത്തിക്കലാണ് അത്യാവശ്യം. മറ്റേത് അവിടെ ഉള്ള നിലവിലുള്ള ആളുകളൊക്കെ നമ്മൾ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഭക്ഷണത്തിനുള്ള സംവിധാനം ഓരോ സംഘടനകൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇന്നലെ എനിക്ക് തോന്നുന്നു ഒരു 8000 പേർക്കുള്ള ഭക്ഷണം നമ്മൾ ഇവിടുന്ന് കൊടുക്കാൻ കഴിഞ്ഞു. ഒരു പിന്നെ ഒരു സ്ഥലത്ത്, ഒരു ഫ്ലഡൊക്കെ നടന്ന സ്ഥലത്ത് എങ്ങനെ എത്ര നമ്മൾ കൺട്രോൾ ചെയ്താലും ഒരു തൃപ്തിയാകാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് ആ സംവിധാനങ്ങളൊക്കെ മാറി ഇന്ന് നല്ല രൂപത്തിൽ ഭക്ഷണം എത്താത്ത ഒരു സ്ഥലവുമില്ല. അതിന് മെയിനായിട്ട് ഈ കുറ്റ്യാടിയിൽ നിന്ന് വന്ന, നാദാപുരത്തു നിന്ന് വന്ന വൈറ്റ് ഗാർഡിൻ്റെ ടീമാണ്. അവർക്ക് പിന്നെ നമ്മൾ സാമ്പത്തിക സഹായം ഓഫർ ചെയ്തപ്പോൾ അതൊന്നും വേണ്ട, അതൊക്കെ ഞങ്ങൾ എത്ര ആഴ്ചക്കുള്ള സാധനങ്ങളും ഞങ്ങളുടെ അടുത്തുണ്ട്, ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾ ഇവിടെയുള്ള സംവിധാനം ഒരുക്കി തന്നാൽ മതി എന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സംവിധാനവും ഞങ്ങൾ അവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വണ്ടിയും അതിനുള്ള സൗകര്യങ്ങളും അതിനുള്ള ആളുകളൊക്കെ നിലവിലുണ്ട്. ഒരാൾക്കൊന്നും ഭക്ഷണം കിട്ടാതെ വന്നിട്ടില്ല. നല്ല ഒരു ആശയം ആണ് ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും ദുരിതം അനുഭവിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഓടിയെത്തി അവർ ഒന്നും നോക്കാതെ, അതായത് സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കിയെടുത്താണ് അവർ ഇത്തരത്തിൽ ഒരു സേവനം നൽകുന്നത്. എന്തായാലും 10,000 പേർക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമില്ല, വലിയ കാര്യം തന്നെയാണ്. അതും സുഭിക്ഷമായ, അതും സ്വാദിഷ്ടമായ, അതും ചിക്കൻ ബിരിയാണി, രാവിലെ പൊറോട്ട, ചിക്കൻ കറി, അങ്ങനെ നോൺ വെജ് ഐറ്റംസ് എല്ലാം തന്നെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഭക്ഷണം പാക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഒരുപാട് പേര് അവിടെ നിന്ന്
ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഈ നരിപ്പറ്റ പഞ്ചായത്തിന്റെ റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിലാണ്. എങ്ങനെയാണ് ഇവിടെ ഒരുപാട് പേര് നിങ്ങളുടെ കൂടെ ഉണ്ടല്ലേ സഹായത്തിന്? അതെ, ഞങ്ങളുടെ നാട്ടുകാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതേപോലെ തന്നെ ഈ നാട്ടിലുള്ള ആൾക്കാരുണ്ട്. ഞങ്ങൾ ഇന്നലെ രാവിലെ മുതൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, അതിനുശേഷം ലഞ്ച്, ഈവനിങ് ചായയും കടിയും ഉണ്ടായിരുന്നു, ബിസ്ക്കറ്റ് അതുപോലെ രാത്രി പൊറോട്ട, റൊട്ടി, ബ്രെഡ്, അതേപോലെ ചോറ്. അതിനുശേഷം പിന്നെ ഇന്ന് കാലത്ത് 6 മണിക്ക് റെസ്ക്യൂവിൻ്റെ ടീം അവിടത്തേക്ക് പോകുമ്പോൾ അവർക്കുള്ള ബിസ്ക്കറ്റ്, ചായ, അതേപോലെ പിന്നെ അതിനുശേഷം പറഞ്ഞ പൊറോട്ട, റൊട്ടി, ബ്രെഡ്, ചിക്കൻ കറി, വെജിറ്റബിൾ കറി ഇതൊക്കെ കൊടുത്ത് അതിനുശേഷം ഇപ്പോൾ പിന്നെ ചോറിൻ്റെ പരിപാടി ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വണ്ടിയിൽ കയറ്റി പോകുന്നു. വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് സൗജന്യമായിട്ട്. സന്തോഷം, എല്ലാവർക്കും ഹൃദയംഗമായ വെൽക്കം. പുണ്യം നിങ്ങൾക്ക് എന്നും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. ഞങ്ങൾക്ക് എല്ലാവരുടെയും പ്രാർത്ഥന മാത്രം മതി. കാരണം പിന്നെ എല്ലാവരുടെയും ഞങ്ങളെല്ലാവരും സഹകരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇത് കാണുന്ന എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അത്രമാത്രം എല്ലാവരോടും പറയാനുള്ളത്. പുലിക്കുട്ടികളും ചുണക്കുട്ടികളുമായ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഈ പ്രേക്ഷകരെല്ലാം തന്നെ പ്രാർത്ഥിക്കും. എന്തായാലും ഇവിടെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ഉദ്യോഗസ്ഥർ വരെ ഇന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. സാർ, എങ്ങനെയുണ്ട് ഈ ഒരു ആഹാരം? നല്ല ആഹാരമാണ്. എപ്പോഴും ഇവിടെ വന്ന് കഴിക്കും? ഇല്ലില്ല, നമ്മളവിടെ ഇരുന്ന് അവിടെ വണ്ടി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ഓക്കെ. സാർ, എങ്ങനെയുണ്ട് ആഹാരം? കൊള്ളാം, അടിപൊളിയാണ്. നന്നായിട്ടുണ്ട്. ടേസ്റ്റിലുപരി ഇവരൊരു ഭയങ്കര സഹായമാണ് ചെയ്യുന്നത് എല്ലാവർക്കും. സ്നേഹമാണ്. അതെ, സ്നേഹമാണ് എല്ലാവർക്കും. വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അതെ, അവളുടെ സ്നേഹം കൂടിയാണ് ഈ ഭക്ഷണത്തിൽ കൂടി അവർ വിളമ്പുന്നത്. എന്തായാലും ഇത് കാണുന്നവരൊക്കെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു കുഴപ്പമില്ല. ചീത്ത പറയാതിരുന്നാൽ മതി, അല്ലെങ്കിൽ അവരോട് മോശമായി ഒന്നും പെരുമാറാതിരിക്കുക. എന്നും നന്മ ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിന്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112-ൽ വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. നമ്മളെല്ലാവരും വീട്ടിൽ പാചകവാതകം അഥവാ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്ന ഭയവും നമ്മളെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മൾ എത്ര പേർക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ കൃത്യമായി ഫിറ്റ് ചെയ്യാനറിയാം? ഈ ചോദ്യം കേട്ട് ആരും നെറ്റി ചുളിക്കേണ്ട. ഗ്യാസ് കൊണ്ടുവരുന്നത് മുതൽ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നതിന് വരെ അതിൻ്റേതായ രീതികളുണ്ട്. പലപ്പോഴും നമ്മളൊന്നും അതിൽ ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ മണ്ടത്തരമാണ് വീടുകളിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പാചകവാതകത്തിന് നിറമോ മണമോ ഇല്ല എന്ന് നമുക്ക് എത്ര പേർക്കറിയാം? ലായനി രൂപത്തിലാണ് കുറ്റിയിൽ ഗ്യാസ് നിറച്ചിരിക്കുന്നത്. ഇതിന് മണമില്ല. പക്ഷേ ഗ്യാസ് ചോർന്നു കഴിഞ്ഞാൽ അറിയാനായി മണം നൽകിയിരിക്കുകയാണ്. വീട്ടിൽ പാചകവാതക സിലിണ്ടർ ചോർന്നാൽ
എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ പോലും നമ്മളിൽ പലർക്കുമില്ല. ഗ്യാസ് നൽകുന്ന കമ്പനികളും ഇതിനെക്കുറിച്ച് അവബോധം നൽകാറില്ല. ആദ്യമായി വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ അത് ചെരിച്ചിടാനോ ഉരുട്ടിക്കൊണ്ടുവരാനോ പാടില്ല. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ദ്രവരൂപത്തിലുള്ള ഇന്ധനം പുറത്തേക്ക് ഒഴുകി വരാനിടയുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ തെറ്റ് ആവർത്തിക്കുന്നവർ തന്നെയാണ്. ഗ്യാസ് സിലിണ്ടർ എപ്പോഴും വീട്ടിൽ വായു സഞ്ചാരമുള്ളിടത്തേ വയ്ക്കാവൂ. അതായത് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്താണ് അത് സൂക്ഷിക്കാൻ എന്ന് സാരം. അല്ലെങ്കിൽ ചൂട് മൂലം സിലിണ്ടറിനുള്ളിലെ മർദ്ദം കൂടുകയും അത് സ്ഫോടനത്തിന് ഇടയാവുകയും ചെയ്യും. ഒരിക്കലും സിലിണ്ടർ കുഴിയിലിറക്കി വയ്ക്കുകയോ അടപ്പുകൊണ്ട് അടച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യരുത്. ഗ്യാസ് സിലിണ്ടർ പുതിയവ ഫിറ്റ് ചെയ്യുമ്പോഴും പഴയത് മാറ്റുമ്പോഴും അടുക്കളയിലെ വാതിലുകളും ജനാലകളും തുറന്നിട്ട് വായു സഞ്ചാരമുള്ളതാക്കണം എന്നുള്ള നിയമം നമ്മളിൽ എത്ര പേർ പാലിക്കാറുണ്ട്? വർഷത്തിലൊരിക്കൽ നിർബന്ധമായും ഗ്യാസ് ട്യൂബ് മാറ്റിയിടണം എന്നുള്ള കാര്യവും നമ്മളിൽ എത്ര പേർക്കറിയാം? വീട്ടിൽ ഗ്യാസ് ലീക്കാകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഉപയോഗത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഓഫ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പുതുതായി ഒരു ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും സ്വിച്ച് ഇടുകയും ചെയ്യരുത്. ശേഷം ഗ്യാസിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്താൽ തന്നെ ഭൂരിപക്ഷം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അടച്ചിട്ടിട്ടുള്ള വെന്റിലേറ്ററുകൾ, വാതിലുകൾ എന്നിവ ഉടൻ തന്നെ തുറന്നിടണം. ഇനി ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ചാലോ? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ച് പുറത്തേക്ക് ശക്തിയായി കത്തിയാൽ അത് പൊട്ടിത്തെറിക്കില്ല എന്നുള്ളതാണ്. ലിക്വിഡ് പെട്രോളിയം പുറത്തു വന്ന് ഓക്സിജന്റെ സഹായത്തോടെയാണ് കത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചെറിയ തീ പടർന്നു കഴിഞ്ഞാൽ കട്ടിയുള്ള പുതപ്പോ ചാക്കോ വെള്ളത്തിൽ നനച്ച് കുറ്റിക്ക് മുകളിലേക്കിട്ടാൽ തീ അണഞ്ഞു കിട്ടും. ഇങ്ങനെ ചെയ്ത് സിലിണ്ടർ തണുപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഒരിക്കലും വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകരുത്. ഉയർത്തി മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകാവൂ. ഗ്യാസ് അടുപ്പുകൾ പുറത്തു വയ്ക്കുകയും അവിടെ നിന്ന് പൈപ്പ് വഴി കണക്ഷൻ അടുപ്പിലേക്ക് നൽകുകയും ചെയ്യുകയാണ് ഏറ്റവും സുരക്ഷിതമായ മുൻകരുതൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ തന്നെ പുറത്തുപോയി റെഗുലേറ്റർ ഓഫ് ചെയ്താൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്കും ഒരു കുഞ്ഞു ഷെയറും ഒരു കുഞ്ഞു കമൻറ്റും തരണമെന്ന് കമ്മിറ്റിയുടെ പേരിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com.